വിജയനഗരത്തിൽ ഒരു മാസമായി തെന്നാലി രാമനെ കാണാതായി. രാജാവ് സേനകളെ അയച്ച് എല്ലായിടങ്ങളിലും അന്വേഷിക്കാൻ പറഞ്ഞു. ഇന്നും തെന്നാലി രാമനെ അവർക്ക് കിട്ടിയില്ല. മഹാരാജൻ, തെന്നാലിയെ കിട്ടിയില്ല. ശരി, ഇനി അദ്ദേഹത്തെ തേടിയിട്ട് കാര്യമില്ല. രാജ്യത്ത് മോഷണം നടക്കുമ്പോൾ അദ്ദേഹമുണ്ടെങ്കിൽ ഒരു സഹായമായിരിക്കുമെന്ന് കരുതി. സാരമില്ല, സംശയം തോന്നുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് തടവിലാക്കുവിൻ. ആജ്ഞ പോലെ. രാജാവ് രാജ്യത്തെക്കുറിച്ചും തെന്നാലിയെക്കുറിച്ചും ആലോചിച്ച് വ്യസനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയൽ രാജ്യത്തെ രാജാവ് ഒരു 5 അംഗ സേനയെ ഉണ്ടാക്കി അവർക്ക് കറുത്ത വസ്ത്രങ്ങളും നൽകി. എങ്ങനെയെങ്കിലും വിജയനഗരത്തിൽ കൊലപാതകവും മോഷണവും നടത്തി കൃഷ്ണദേവരായരുടെ സമാധാനം നഷ്ടപ്പെടുത്താനായി അവരെ അയച്ചു. കൃഷ്ണദേവരായരുടെ സേന കാട്ടിൽ സുരക്ഷാ സന്നാഹത്തിനായി ചുറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഈ 5 കറുത്ത രൂപങ്ങളും അവിടെ എത്തി. അവർ ഭടന്മാരുടെ പിടിയിലാകപ്പെട്ടു. ഭടന്മാർ അവരെ പിടിച്ച് രാജസദസ്സിൽ ഹാജരാക്കി. കൃഷ്ണദേവരായർ കോപത്തോടെ അവരോട്, പിടിയിലകപ്പെട്ടില്ലേ, ഇനി എന്തിനീ മുഖം മൂടി? വലിച്ചെറിയൂ, ഈ വഞ്ചകരുടെ മുഖം നാം കാണട്ടെ. തെനാലിയോ, താങ്കൾ ഈ കൊള്ളസംഘത്തിന്റെ തലവനായിരുന്നോ? രാജൻ, എന്നെ കാണാതായ ഈ ഒരു മാസം ജ്യോതിനഗര രാജാവിന്റെ അരമനയിൽ പ്രച്ഛന്ന വേഷത്തിലായിരുന്നു. അങ്ങ് മിത്രമെന്ന് കരുതിയിരുന്ന ആ രാജാവ് സത്യത്തിൽ അങ്ങയുടെ ശത്രുവായിരുന്നു. 5 അംഗ സേനയെ അയച്ച് നമ്മുടെ സാമ്രാജ്യത്തെ തന്നെ നശിപ്പിക്കാനായിരുന്നു പദ്ധതി. ഞാൻ ആരാണെന്നറിയാതെ ഈ സേനയുടെ തലവനായി നിയമിച്ചു. പിന്നീട് നടന്നതെന്താണെന്ന് അങ്ങേക്കറിയാമല്ലോ. തെനാലി, അയൽ രാജ്യത്തെ രാജാവിന്റെ ചതി കണ്ടുപിടിച്ച് നമ്മെയും ഈ രാജ്യത്തെയും താങ്കൾ രക്ഷിച്ചിരിക്കുന്നു. ഇതിന് നന്ദി സൂചകമായി താങ്കൾക്ക് ഗ്രാമത്തിൽ കുറച്ച് നിലം പാരിതോഷികമായി നൽകുന്നു. നന്ദി രാജൻ. എന്താ കൂട്ടുകാരെ, എത്ര വലിയ ആപത്ത് വന്നാലും നമുക്ക് സാമർഥ്യമുണ്ടെങ്കിൽ എളുപ്പത്തിൽ പുറത്തു കിടക്കാം. എന്താ, മനസ്സിലായോ? ഇതുപോലെ തന്റെ പരിവാരങ്ങളോടൊപ്പം ആ മഹാനെ കാണാൻ ചെന്നു.